സ്തോത്ര പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയായിട്ട് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ കരുണയ്ക്കായിട്ടും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം നമുക്കറിയാം, ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടാൻ കർത്താവ് ഇടയാക്കി. കർത്താവിനുള്ള ഒരു സാഹചര്യം വീണ്ടും നമുക്ക് ഒരുക്കി തന്നു. അതിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടുകൂടെ ആയിരിക്കാം. കാരണം നമ്മളായിരുന്നതൊക്കെയും കർത്താവ് നമ്മൾ സൂക്ഷിച്ചു. നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ഒക്കെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കരുതുന്ന ആ കർത്താവിൻ്റെ കരുതലിനായിട്ട് നമുക്ക് നന്ദി പറയാം. പ്രത്യേക കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ സാജുവാറിൻ്റെ മെസ്സേജ് നമുക്ക് കേൾക്കുവാനിടയിൽ തീർന്നു. പ്രത്യേക അത് വളരെ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. ഉപ്പിനെക്കുറിച്ചും നമ്മൾ ഒരു ഉപ്പായിരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെവിടെല്ലാം ആയിരിക്കുന്നു അവിടെയെല്ലാം ഒരു ഉപ്പായിട്ട് തന്നെ ഇരിപ്പാൻ ആണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് നമ്മളെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇടപെട്ടു. അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മുടെ സുനിൽ ബേർ സംസാരിച്ചത് ഒന്ന് യോഹന്നാൻ്റെ എടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു കാര്യം, അതിനകത്ത് പിന്നെ 38 ഇങ്ങോട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം സഹോദരൻ വായിച്ചത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതുപോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാവുമെന്ന് പറഞ്ഞത് യേശു അന്ന് തിരസ്കരിക്കപ്പെട്ടിരിക്കാൻ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം ഈ കാര്യവും തൊട്ട് കഴിഞ്ഞ മുമ്പാഴ്ച സഹോദരൻ നമ്മൾ സംസാരിച്ചു. അതിനുശേഷം ഞാൻ ഈ പരിശുദ്ധ ആത്മാവിൻ്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തോട് വളരെ ഒരു ചലഞ്ചായിട്ട് തന്നെയാണ് ഞാൻ ആ കാര്യം എടുക്കുവാനിടയായി തീർന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വളരെ ഭയത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഞാൻ കേൾക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം എന്നോട് വളരെ ഇടപെട്ടു. കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരണം, കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ ആയിത്തീരണം എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ ഓരോ ദിവസവും കർത്താവ് എന്നെ അങ്ങനെ തന്നെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാരണം അതിനുശേഷം ഞാൻ അപ്പോസ്തല പ്രവർത്തികൾ എടുത്ത് വായിക്കുവാൻ കർത്താവ് ഇടയായി തീർന്നു. കാരണം ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും എൻ്റെ ചിന്തയും. ഞാൻ എഴുതുന്നിടത്തൊക്കെയും ആ ഒരു ലെവലിൽ ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ഞാൻ കൂടുതലായിട്ട് ദൈവം എന്നോട് ഇടപെട്ട കാരണം ഞാൻ ഒന്ന് മനസ്സിലായി, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഉപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴും ഈ പരിശുദ്ധാത്മാവിലല്ലാണ്ട് നമുക്ക് ഒരു കാര്യവും മുമ്പോട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന്. കാരണം ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി, പരിശുദ്ധാത്മാഭിഷേകം നമ്മളെല്ലാവരും പ്രാപിക്കണം, അല്ലെങ്കിൽ ആത്മാവിൽ നമ്മൾ നിറയണം. നമ്മൾ ചർച്ചയായിട്ട് പറയുമ്പോൾ കഴിഞ്ഞ പല സമയങ്ങളും നമ്മൾ പറയും എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ ആവശ്യമാണ്, എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അത് ചർച്ചിനെ എപ്പോഴും ഉത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ കാര്യം നമ്മൾ പറയുന്നത്. അപ്പം ഇന്ന് എന്നോട് ഇടപെട്ട ഒരു കാര്യം, ചില വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തി 1 അതായത് 2 മുതൽ ഇങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനകത്ത് പിന്നെ എന്നെ താഴോട്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ 1:7 മുതൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നതാണ് തൊട്ടാണ് എന്നോട് ഇടപെട്ടൊരു കാര്യം. എന്നാൽ നമ്മളിതെല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഇതിനുശേഷം അവർ കാണുക അത് താഴോട്ടിങ്ങനെ എഴുതിയതിന് ശേഷം അഭിഷേകം, അതായത് അവർ ഒരുമിച്ച് കൂടി വരുന്ന ഒരു കാര്യം താഴോട്ട് പറയുന്നുണ്ട്. അവർ അതിൻ്റെ 12, 13 ആരൊക്കെയാണ് കൂടിയിരുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം അതിൻ്റെ 2 വരുമ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പെന്തക്കോസ്ത് വന്നപ്പോൾ അതിനുശേഷം 2:1 മുതൽ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നൊരു നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇതിനകത്ത് ഞാൻ അതിനുശേഷം ഓരോ അധ്യായങ്ങളിങ്ങനെ വായിച്ച് പോയപ്പോൾ അവിടെ എല്ലാം കണ്ട ഒരു കാര്യം, ആ പരിശുദ്ധാത്മാവ്
ഒരു നിറവിന് ശേഷം ആണ് ബാക്കി കാര്യങ്ങളെല്ലാം. ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മേൽ ആത്മാവ് വന്നതിന് ശേഷം അങ്ങനെ പറയുന്നതിന് ശേഷം എന്നെ ഇവിടെ ചിന്തിപ്പിച്ച് ഇപ്പുറത്തോട്ട് പറയുമ്പോൾ 2:17 ഇങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകൾ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. അങ്ങനെ താഴോട്ട് എഴുതിയിരിക്കുന്നു. അപ്പം ഞാനിതെല്ലാം ചിന്തിച്ചത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അതിനകത്ത് പിന്നെ ഓരോ അധ്യായങ്ങൾ അങ്ങോട്ട് വായിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഓരോന്നും എന്നോട് ഇടപെട്ട ഓരോ കാര്യങ്ങൾ അവിടെയെല്ലാം കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നിറയുന്നതിനെ പറ്റി, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഞാൻ 10:44 എടുക്കാം. അവിടെയും പറയുന്ന കാര്യങ്ങൾ, അവന് വിശ്വസിക്കുന്നവനും അവൻ്റെ 44 ഈ വാക്കുകളെ പത്രം പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതുപോലെ തന്നെ പിന്നെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞതിന് ശേഷം അവന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം, മുകളിലോട്ട് നോക്കിയിട്ട് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് ആണ് കാണുന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വായിച്ച് കഴിഞ്ഞപ്പോഴെല്ലാം അവിടെയെല്ലാം കാണുന്ന ഒരു കാര്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മൾ ഏത് കാര്യത്തിനകത്തും പറയുമ്പോൾ, അതായത് അതിനുശേഷം 7:55 7:55 നമ്മൾ സ്തെഫാനോസിൻ്റെ കാര്യം പറയുന്നത്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം, ഇതിനകത്തെല്ലാം കണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. അവിടെയെല്ലാം പറയുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ്. അതേപോലെ തന്നെ ശൗലിൻ്റെ അതായത് പൗലോസിൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലും, അല്ലെങ്കിൽ ഈ അപ്പോസ്തല പ്രവർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ഞാൻ കാണുന്ന ഒരു കാര്യം, ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറകില്ലാതെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആ പരിശുദ്ധാത്മാവ് നമ്മളില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എൻ്റെ അഭിഷേകം നമ്മൾ പ്രാപിക്കാതെ മുന്നോട്ട് നമ്മൾ പോകാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ അധ്യായങ്ങളും ഞാനിത് മൊത്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേശ്ശെ ഇരുന്ന് വായിച്ചപ്പോൾ അവിടെ എല്ലാം കണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് നമുക്ക് ഏറ്റവും ആവശ്യം. കാരണം പരിശുദ്ധാത്മാവിലല്ലാണ്ട് നമുക്കൊരു കാര്യവും, നമ്മളിപ്പം ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളാണേലും നമ്മളായിരിക്കുന്ന എവിടെയാണേലും ആ കർത്താവിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളിതൊക്കെ പറയുമ്പോഴും, നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന എല്ലാം ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ശരിക്കും ആ ആത്മാവിനാലാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മൾ ശരിക്കും ആയിരിക്കുന്നിടത്തൊക്കെയും അവൻ്റെ സാക്ഷികളാകുമെന്ന് പറയുമ്പോൾ ശരിക്കും ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി. ഇപ്പം നമ്മൾ ജീവിതത്തിനകത്ത് വചനം കേൾക്കുമ്പോൾ തന്നെയും നമ്മുടെ ഉള്ളിൽ ഈ വചനം ക്രിയ ചെയ്യണമെങ്കിൽ തന്നെയും നമ്മുടെ ഹൃദയത്തിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും അത് ഫലമായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ എവിടെയായിരിക്കുന്നു, നമ്മുടെ സംസാരങ്ങളായാലും, നമ്മുടെ ഓഫീസിൻ്റെ അവസ്ഥകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലി കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിലൊക്കെയും നമുക്ക് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനോ, അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളുടെ മേലും ആത്മാവ് നമ്മുടെ ഉള്ളിൽ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണമെന്നുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തി 2:38 ഇങ്ങനെ പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അത് പൂർണ്ണമായിട്ടും ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മളിതിനു മുമ്പെല്ലാം കേട്ടതായ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ശരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, പൂർണ്ണ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഏറ്റുപറയുമെങ്കിൽ നിങ്ങൾ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാൻ പൂർണ്ണമായിട്ടും ദിവസം എന്നെ തന്നെ താഴ്ത്തുന്നു. കാരണം ഈ ദിവസങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം
നമ്മളോട് ധാരാളമായിട്ട് ഇടപെടുകയും നമ്മളോട് ഓരോ സമയങ്ങളിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടും അത് ഫലമായി തീരുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ആത്മാനിറവുണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് നടക്കുവാൻ കഴിയത്തുള്ള ഒരു കാര്യം ഈ ദിവസങ്ങളായിട്ട് എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കും.